guys, welcome back to my YouTube channel. So ഇന്നത്തെ വീഡിയോ കുറച്ച് അധികം സ്പെഷ്യലാണ് എനിക്ക്. കാരണം ഇന്നാണ് എൻ്റെ കോളേജിലെ ലാസ്റ്റ് ഡേ. ക്ലിയർലി ദ ലാസ്റ്റ്, അതായത് വൈവ എക്സാംസ് ആണിന്ന്. സോ ഇത് കഴിഞ്ഞിട്ട് ഒന്നുമില്ല. ഇനി ഞാൻ ആ കോളേജിലേക്ക് TC വാങ്ങാനോ അല്ലെങ്കിൽ സപ്ലി വന്നാൽ സപ്ലി എഴുതാനോ മാത്രം പോയാൽ മതി. അപ്പം ഐ എം റണ്ണിങ് ലേറ്റ്. ഇപ്പം തന്നെ ടൈം 8:30 കഴിഞ്ഞു. എനിക്ക് 9 മണിയാകുമ്പം കോളേജിൽ എത്തണം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. പക്ഷെ ആദ്യം ഞാൻ വിചാരിച്ചത് ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് നല്ലോണം ലൈക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലോണം ഒരു വ്ളോഗ് എടുക്കാതായിരുന്നു. പക്ഷെ അതിനുള്ള ടൈം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പം തന്നെ ഈ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഞാൻ പറഞ്ഞാലും ഇന്ന് വൈവയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നല്ല ടെൻഷൻ ഉണ്ട്. കാരണം മോക്ക് വൈവ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി ഇത് എളുപ്പമുള്ള കാര്യമല്ലാന്ന്. പിന്നെ പുറത്തുനിന്ന് കോളേജിൽ നിന്ന് ടീച്ചേഴ്സ് വന്നിട്ട് ചോദിക്കുമോ, നമുക്ക് അറിയുന്നതും കൂടി പറയാൻ പറ്റാത്തൊരവസ്ഥയോ. പിന്നെ ഉള്ളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ഞാനാണ് റോൾ നമ്പർ 1. അപ്പം ഫസ്റ്റ് ഞാനാണ്. അപ്പം അതിൻ്റെ ടെൻഷനും നല്ല രീതിക്ക് ഉണ്ട്. കാരണം പിന്നെ എന്നെ കഴിഞ്ഞ് വരുന്നവർക്ക് കുഴപ്പമില്ലല്ലോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമല്ലോ ഇനി എന്താ വരിക എന്നുള്ളത്. എനിക്കാരും പറഞ്ഞു തരാനില്ലല്ലോ. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ടെൻഷനുണ്ട്. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ഇത് കോളേജിലെ ലാസ്റ്റ് ഡേ ആണെന്ന് ചിന്തിക്കുമ്പോൾ ഒരു സങ്കടമുണ്ട്. കാരണം ഞാൻ മനസ്സോടെ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഞാൻ അത്ര താല്പര്യം ഇല്ലാണ്ടാണ് ഞാൻ PGക്ക് പോയത്. പക്ഷേ ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി വെരി ഗുഡ്. അതായത് ഞാൻ വിചാരിച്ചതിനെക്കാട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു, പക്ഷേ അതെനിക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ടാസ്ക് ആയിരുന്നു. അപ്പം PG എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ക്രിസ്ത്യൻ കോളേജിൽ തന്നെ ഞാൻ PG ചൂസ് ചെയ്യാൻ കാരണം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അറ്റ് ദാറ്റ് ടൈം ഐ വാസ് വർക്കിംഗ്. ഞാൻ ഇംഗ്ലീഷ് കഫേയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എടുത്തുള്ള ഒരു കോളേജ് വേണമായിരുന്നു. അതായത് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് പോകണം, അങ്ങനെയുള്ളൊരു കോളേജ് എനിക്ക് അത്യാവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ക്രിസ്ത്യൻ കോളേജ് തന്നെ ചൂസ് ചെയ്തത്. അപ്പം ക്രിസ്ത്യൻ കോളേജിൽ ചെന്ന് ഫസ്റ്റ് കുറച്ച് ദിവസം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കോപ്പപ്പ് ചെയ്യാൻ. അതായത് ഞാൻ ഡിഗ്രി കഴിഞ്ഞൊരു കൊല്ലം ബ്രേക്ക് എടുത്താൽ, ഡിഗ്രിക്കാണെങ്കിൽ മര്യാദയ്ക്കൊന്നും പഠിച്ചിട്ടുമില്ല, കൊറോണ വെള്ളപ്പൊക്കം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ PGക്ക് അങ്ങനെയല്ല, പഠിക്കേണ്ടി വരുമെന്ന് മനസ്സിലായപ്പം ഇറ്റ് വാസ് വെരി ഹാർഡ് ഫോർ മീ. അതിനുശേഷം കുറേ ടൈം എടുത്തു ഒന്ന് ട്രാക്കിലേക്ക് എത്താന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് ഞാൻ ജോലി വരെ ഉപേക്ഷിച്ചിട്ടാണ് ഇതിൻ്റെ പേരിലിരുന്നത്. കാരണം എനിക്ക് പഠിക്കാൻ ഇഷ്ടമായി എന്നല്ല, ഞാൻ തന്നെ അതൊരു ചലഞ്ച് ആക്കിയിട്ട് എടുത്തെന്ന് വേണം പറയാൻ. ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു എനിക്ക് PG. ഉറക്കമില്ലാത്ത ദിവസങ്ങൾ മാസങ്ങളൊക്കെ എടുത്തിട്ടാണ് ഞാൻ പഠിച്ചെടുത്തത്. അപ്പം ഞാൻ ലേറ്റ് ആണ്, പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് വൃത്തിയിലൊക്കെ പോകണം. ലാസ്റ്റ് ഡേ അല്ലേ. ഞാൻ ഭയങ്കര എനിക്ക് അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഫീലിങ്സ് ഉള്ള ഒരാളാട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് ഇതാവുന്ന സമയം തെറ്റാണല്ലോ. 8:39 ശരിയാക്കാം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണ്. ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദാറ്റ് ഐ വിൽ റിയലി മിസ് മൈ ഫ്രണ്ട്സ്. എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അതായത് അതൊക്കെ എൻ്റെ സ്കൂൾ ടൈമിലുള്ള ഫ്രണ്ട്സാണ്. കൂടുതലും എൻ്റെ 10th വരെ എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സ്, അതേപോലെ +1 +2 എൻ്റെ ഗ്യാങ്, അവരൊക്കെ ഇപ്പോഴും നല്ല സ്ട്രോങ് ആണ്. ഡിഗ്രിക്ക് എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഓഫ്കോഴ്സ്, പക്ഷെ അത്ര കണക്റ്റഡ് അല്ലാത്ത പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കണക്റ്റഡ് അല്ലാത്ത പോലെ എന്ന് പറയുന്നത് എല്ലാവരും ഓരോ വഴിക്കാണ്. അപ്പം അധികം അങ്ങോട്ട് കിട്ടാറില്ല ആരും. അതുകൊണ്ട് തന്നെ PGക്ക് ഞങ്ങൾ അങ്ങനെയല്ലായിരുന്നു. ഞങ്ങൾ എപ്പോഴും എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെയുള്ള ഒരു ടീമാണ്. ആൻഡ് ഐ വിൽ മിസ് മൈ ഫ്രണ്ട്സ്. എന്തായാലും അവരെ മിസ് ചെയ്യും, ഞങ്ങളെ ക്ലാസ് മിസ് ചെയ്യും, പഠിക്കുന്നത് ഒഴികെ ബാക്കിയെല്ലാം ഞാൻ മിസ് ചെയ്യും. കോളേജിൽ മിസ് ചെയ്യുമെന്ന് വെച്ചാൽ സംശയമാണ്. കാരണം എനിക്ക് കോളേജിൽ ഞങ്ങളങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾ കൂടുതൽ ക്ലാസ്സിൽ തന്നെ അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. ഫ്രീ പീരീഡ് ഉണ്ടെങ്കിലും ക്ലാസ്സിലിരിക്കും, കഥ പറയും, അത്രയൊക്കെ തന്നെ ഞങ്ങൾ കാര്യമായിട്ട് ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് കോളേജിലെ പരിപാടി ഉണ്ടെങ്കിൽ ഞങ്ങൾ വരൽ പോലും ഇല്ല. കോളേജിലേക്കൊന്നും ഞാൻ പോയിട്ട് പോലും ഇല്ല. അതിനുള്ളൊരു താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ അടുത്താണ് ഒരു ലാസ്റ്റ് വീക്ക് ഞങ്ങൾ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി കോളേജിൽ പോയപ്പോഴാണ് എൻ്റെ 2 ടീച്ചേഴ്സ് പറയുന്നത്, ഞങ്ങൾ നിൻ്റെ വീഡിയോസ് കാണാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം. അവരിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഹലോ മാം. എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ചിട്ടില്ല. എനിക്കറിയാം ഇങ്ങനെ ഇവരെന്നോട് പറഞ്ഞു, നിൻ്റെ വീഡിയോസ് കാണാറുണ്ടല്ലോ, ഭയങ്കര നല്ല ആവലുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഭയങ്കര ഇഷ്ടം ഇവരെൻ്റെ വീഡിയോസ് കാണാറുണ്ടോ എന്നായിപ്പോയി. എനിക്ക് അവരെ കുറിച്ചും പൊക്കി പറയണം. കാരണം വെറുതെ ഒന്നും കിട്ടാനല്ല, ഇനിയിപ്പോൾ ഒന്നും കിട്ടാനില്ല, മാർക്ക് കിട്ടുകഴിഞ്ഞുണ്ടാവും. പക്ഷെ ദേ മെയ്ഡ് ദിസ് സോ മച്ച് ഈസിയർ ദാൻ ഇറ്റ് ഷുഡ് ഹാവ്. കാരണം അവരെന്ന് പറയുകയാണെങ്കിൽ ഒരു കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. ചീത്ത പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ പഠിച്ചത്. അല്ലെങ്കിൽ എന്താവുമായിരുന്നു ഒരു ഐഡിയ ഇല്ല.
ആൻഡ് അത്രയൊക്കെയാണ് പറയാനുള്ളത്. കോളേജിനെ കുറിച്ച് പറയാനാണെങ്കിൽ നല്ല കോളേജൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്തോ ഞാൻ PG എത്തിയപ്പോഴേക്കും എനിക്ക് കോളേജ് ലൈഫ് എൻജോയ് ചെയ്യണം, ആ മൂഡൊക്കെ എനിക്ക് കുറേയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് കൂടുതലും പഠിക്കാനല്ലേ വന്നത്, പഠിക്കാം, അങ്ങനത്തെ ഒരു മൂഡായിട്ടുണ്ടായിരുന്നു എനിക്ക്. ഇന്നും കൂടി എനിക്ക് ജീവിതത്തിൽ അവസാനമായിട്ട് ടാഗ് ഇടാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഇമോഷൻസിനൊക്കെ ഭയങ്കര അധികം വില കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. കുറച്ച് ആൾക്കെങ്കിൽ സ്റ്റിപ്പഡായി തോന്നാം, പക്ഷെ എനിക്ക് അല്ല. എനിക്കതൊക്കെ ഭയങ്കര സങ്കടമാണ്. നമുക്ക് കണ്ണെഴുതല്ലേ, കുറേ ദിവസമായി കണ്ണൊക്കെ എഴുതിയിട്ട്. പിന്നെ എൻ്റെ ലാസ്റ്റ് വീഡിയോന് ഭയങ്കര റെസ്പോൺസ്, ഞാൻ വിചാരിച്ചതിനെക്കാട്ടും ഒരുപാട് റെസ്പോൺസ് എനിക്ക് കിട്ടി. കുറേ ആൾക്കാർ ചോദിച്ചു, ചേച്ചി ഇനി എന്താ ചെയ്യുക, PG എടുക്കണോ, അഭിപ്രായം എന്താണ്? അപ്പം ഞാൻ പറയും, നിങ്ങൾക്ക് വെറുതെ ടൈം പാസിന് ഡിഗ്രി എടുത്ത പോലെ എടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല PG. ഇഫ് യു ആർ പ്ലാനിങ് ടു ടേക്ക് PG, യു ഷുഡ് ഹാവ് ദ ടൈം ഫോർ ദാറ്റ് ആൻഡ് യു ഷുഡ് പുട്ട് ദ എഫേർട്ട് ഫോർ ദാറ്റ്. കണ്ണിൻ്റെ ഉള്ളിൽ കുത്തി, പക്ഷെ സാരില്ല. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. ഐ എം റെഡി. എൻ്റെ വാച്ചിൽ സമയം തല തിരിഞ്ഞിട്ടാണ് കാണിക്കുന്നത്. എന്തായാലും ഈ വാച്ച് ഇടാം. I did wear a ring. This is my outfit. ഇനി നമുക്ക് താഴെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, എന്നിട്ട് ഇറങ്ങാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. I'm wearing a plain black shirt and a blue jean and my birthday gift bag. അപ്പം ഓൾറെഡി നല്ല ലേറ്റായി. അപ്പം നമുക്ക് താഴെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങാം. ഓക്കെ ഗൈസ്, പിന്നെ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തു. ഇപ്പം ഞാൻ വീട്ടിലാണ്, ലേറ്റ് ആയെങ്കിലും എൻ്റെ ആവശ്യമാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. പക്ഷെ കോളേജിൽ പോയാൽ എനിക്ക് എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാരണം ഞാൻ പറഞ്ഞുതരാം, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് സംസാരിക്കാം, അല്ലെങ്കിൽ ഞാൻ ലേറ്റ് ആവും. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ച്, ഇവിടെ വേറെ ആരും ഇല്ല. അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ തന്നെ പോയി ഡ്രസ്സൊക്കെ മാറ്റി വന്നതാണ്. ആൻഡ് അമ്മ ചായ ലവർ. എനിക്ക് കോഫി ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഞാൻ ചായ കുടിക്കാം. അതല്ല ഞാൻ പറയാൻ വന്നത്. ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്തു, കാരണം ഇപ്പം എനിക്ക് എന്തെങ്കിലും ടൈം ഇല്ലെങ്കിൽ ഞാൻ ടൈം ഉണ്ടാക്കും. പക്ഷെ കോളേജിൽ പോയാൽ എല്ലാവരും ഭയങ്കര പഠിത്തമായിരിക്കും. അപ്പം അവരുടെ ഇടയിലേക്ക് ക്യാമറ കൊണ്ടുപോയാൽ മറ്റേ നീലക്കുയിലൊക്കെ വരുന്ന അവസ്ഥയാവും. അപ്പം അതുകൊണ്ട് കോളേജിൽ പോയാൽ എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മാക്സിമം ഞാൻ നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ റോൾ നമ്പർ 1 ആണ്. അപ്പം ഞാൻ പെട്ടെന്ന് കഴിയും. ഞാൻ കഴിഞ്ഞിട്ട് എന്താ പറയുക, ഞാൻ കഴിഞ്ഞിട്ട് എനിക്ക് അവരുമായിട്ടല്ല ക്യാമറ നടത്തുന്നതിന് പ്രശ്നമില്ലല്ലോ. ആൻഡ് ഞാൻ മെയിൻലി ഈ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല. ഇപ്പം വൈവ എല്ലാവർക്കും വൈവ കഴിഞ്ഞാൽ നമ്മൾ ടീച്ചേഴ്സ് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഇമോഷണൽ ആവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് കളിക്കാനായിട്ടുണ്ട്. ഓക്കെ, ഞാൻ കുറച്ച് ഇമോഷണൽ ആണ് എനിക്ക് തോന്നുന്നത്. അപ്പം എല്ലാവരുടെയും ഇമോഷണൽ മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്യാന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ നടക്കുമായിരിക്കും. എനിവേ നമുക്ക് നോക്കാം. സോ ഞാനിപ്പോൾ ഫുഡ് കഴിക്കും, ഇറങ്ങും. ടൈം ഈസ് ഓൾമോസ്റ്റ് 9 o'clock. 9 മണിക്ക് അവിടെ എത്തണം. 9:30 വൈബ് സ്റ്റാർട്ട് ചെയ്യാം. സത്യം പറഞ്ഞാൽ ഞാനൊന്നും പഠിച്ചിട്ടില്ല. പ്രൊജക്റ്റ് ഞാൻ പഠിച്ചു, അതിൻ്റെ റിസർച്ച് പേപ്പർ ഞാൻ പഠിച്ചു. അതല്ലാണ്ട് സബ്ജക്ട് വൈവ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇത്രയും കാലം പഠിച്ച എല്ലൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കും. എന്തെന്ന് വെച്ച് പഠിക്കാനാ? അത് ഞാൻ ഒന്നും പഠിച്ചില്ല. അതാണ് എൻ്റെ ഒരു പോളിസി. സോ ഞാനിപ്പോൾ ഇറങ്ങും. ഞാൻ വീണ്ടും പറയാണ്, കോളേജിൽ പോയിട്ട് ഫസ്റ്റ് ഹാഫ് എൻ്റെ വൈവ കഴിയുന്നവരെ എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് ഐ വിൽ ട്രൈ മൈ മാക്സിമം. Okay, so see you there. Bye. ഞാൻ കോളേജിലെത്തി ഗൈസ്. ഞാൻ നല്ല ലേറ്റായി. സോ ഗൈസ്, ഞങ്ങൾ കോളേജിലെത്തി. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും പഠിക്കുകയാണ്, എന്നെ ആരും മൈൻഡ് ചെയ്യില്ല. ഞങ്ങൾ പോയി സൈനൊക്കെ ചെയ്തു. ഹായ് ഗൈസ്, എൻ്റെ വൈവ കഴിഞ്ഞു. എന്നെ കൊല്ല ചെയ്തു. ഞാനിപ്പോൾ വേറൊരു ക്ലാസ്സിൽ വന്നിട്ട് സംസാരിക്കുകയാണ്, കാരണം അവിടെ എല്ലാവരും പഠിക്കുകയാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് റോൾ നമ്പർ. എന്നെ 40 മിനിറ്റ് ഞാൻ MSന് മുന്നിലിരുന്നു. പ്രോജക്റ്റിനെ കുറിച്ച് ചോദിച്ച് ഫസ്റ്റ് സെമ്മ് മുതൽ പഠിച്ച എല്ലാം ചോദിച്ചു കഴിഞ്ഞ് ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ അടുത്തതും ചോദിക്കില്ലേ? അല്ല, ഇങ്ങനെ ഇരുന്ന് ഞാൻ പറയുന്നവരെ ഇറ്റ് വാസ് സോ ഓക്വേർഡ്. കാരണം നമുക്ക് ഈ അറിയുന്ന സാധനങ്ങൾ പറയാൻ പറ്റാണ്ട് വരുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ. ഇറ്റ് വാസ് വെരി ഓക്വേർഡ്. ഐ ജസ്റ്റ് സാറ്റ് ദേർ. ഒരു 50 ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചത് 4th സെമ്മിൻ്റെ പേപ്പറാണ്. അതിൻ്റെ 3-4 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. അത് ഞാൻ പറഞ്ഞു. അതല്ലാണ്ട് ഫസ്റ്റ് സെമ്മത്തും സെക്കൻഡ് സെമ്മത്തൊക്കെ
ജന്മത്ത് ചോദിക്കില്ല വിചാരിക്കുക ഈസി സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ചോദിച്ചിട്ട് പറയാൻ കിട്ടൂലല്ലോ അവരുടെ മുന്നിൽ നിന്ന്. അപ്പം നമ്മളിങ്ങനെ ഇരിക്കും. അപ്പോൾ അത് വെരി ഓക്വേർഡ്. റോൾ നമ്പർ 2 ഗൈസ് എന്നോട് മാത്രം ക്രൂരത ചെയ്തു. എന്നോട് അരമണിക്കൂർ 40 മിനിറ്റ് എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചു. അവളോട് 15 മിനിറ്റ് തികച്ച് ചോദിച്ചില്ല. അവളോട് വീട്ടിൽ ആരൊക്കെ ഉണ്ട് സുഖമാണോ എന്ന് ചോദിച്ചത്. എന്നോട് അതുപോലും ചോദിച്ചില്ല. ഞങ്ങള് 4 ആളുടെ വൈവ കഴിഞ്ഞു. ഞങ്ങളെ ഒരു 3 ആള് ചായ അടിക്കാൻ വന്നു. ഒരാള് വൈവ കഴിയാന്ന് ചായ അടിക്കാൻ വന്നു. എന്നെ മാത്രം 40 മിനിറ്റ് ചോദിച്ചു. ഇവരൊക്കെ 10 മിനിറ്റ് 15 മിനിറ്റ് 20 ആയിട്ടില്ല, 15 മാക്സിമം അത്രേ ചോദിച്ചുള്ളൂ. ഇവരോടൊക്കെ വീട്ടിലാരൊക്കെ ഉണ്ട് വരെ ചോദിച്ചു. എന്നോട് ആ 40 മിനിറ്റും ക്വസ്റ്റ്യൻ അല്ലാണ്ട് വേറെ ഒന്നും ചോദിച്ചില്ല. ഹസ്ബൻഡിന്റെ ഡീറ്റെയിൽസ് എടുത്തു. വീട് എവിടെയാണ്, സുഖം ഇവർക്ക് വയ്യെന്നൊക്കെ ചോദിച്ചു. ഇത് അൺഫെയർ ആയിട്ടാണ് ഞാൻ പറയുന്നത്. ചോറ് നമ്മള് ക്രിസ്ത്യൻ കോളേജിന്റെ അവസാനത്തെ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ആദ്യമായിട്ടില്ല നമ്മൾ ചോറ് കഴിക്കുന്നത്. അവസാന ദിവസമാണ് ആദ്യമായിട്ട് ചോറ് കഴിക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ കഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം ആദ്യമായിട്ടാണ്. എന്താ പറയൂ, എങ്ങനെയുണ്ട്? വൃന്ദാന്റെയും നന്ദനാന്റെയും ഇവളത് വൈവ കഴിഞ്ഞിട്ടില്ല, എന്റെ മാത്രമാണ് വൈവ കഴിഞ്ഞത്. സോ ഗൈസ്, ഞങ്ങളുടെ എല്ലാവരുടെയും വൈവ കഴിഞ്ഞു. ഇനി ബോയ്സ് 4 ആളതും ഗേൾ 1 ആളതുമാണ് ഉള്ളത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ടീച്ചേഴ്സിന് ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട്. അതും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കോളേജിൽ നിന്ന് ഇറങ്ങുക. നശ്വ പോയി. ഇവിടെ നാജിയക്കൊന്നും സന്തോഷമില്ല. എന്റെ പിരിയുന്നതിന്റെ സന്തോഷമാണോ സങ്കടാണോ? ഇനി എങ്ങനെ അതിന്റെ വ്ളോഗിൽ കൊടുങ്ങുന്നുള്ള ഭയങ്കരമായ സങ്കടം. ഇനി ഞങ്ങൾ അടുത്ത എല്ലാവരും കൂടി ഉള്ള വ്ളോഗ് ഹെന്നന്റെ കല്യാണം ആയിരിക്കും. അല്ല ഹെണ, ഹെന്നന്റെ കല്യാണത്തിന് ഞാൻ ഒരു സ്പെഷ്യൽ വ്ളോഗ് ഇടുന്നുണ്ട്, ബാക്ക് ടുഗെദർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇനി ഒരു 1.5 മണിക്കൂറും കൂടി ഉണ്ടാകും തോന്നുന്നു. അതൊക്കെ കഴിഞ്ഞ് മെല്ലെ ഇറങ്ങും. വിജരംഭിച്ച കോളേജ് വരാന്തകൾ. സോ ഞങ്ങളിങ്ങനെ പുറത്ത് വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ 2 കൊല്ലമായിട്ട് വെറുതെ ഇരിക്കാൻ സമയം അധികം കിട്ടാത്തത് കൊണ്ട് ഫ്രീ ടൈം കിട്ടുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഭയങ്കര പെത്തറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. കാരണം ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയർ മുതൽ അല്ലെങ്കിൽ സെമിനാർ ഉണ്ടാവും, അല്ലെങ്കിൽ എക്സാം ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഞങ്ങൾ വെറുതെ ഇരിക്കുന്നില്ല. ഞങ്ങൾ ക്ലാസ്സിന് പുറത്തിറങ്ങുന്നതിന് ഭയങ്കര വയറാണ്. ഇപ്പം ഒന്നും ചെയ്യാനില്ലാണ്ട് വെറുതെ എന്തിന് കോളേജിൽ ഇരിക്കണം എന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല. അപ്പം എല്ലാവരും ഇങ്ങനെ വെറുതെ ഇരിക്കുക, ഫോൺ കളിച്ചിരിക്കുകയാണ്. വെറുതെ ഇരിക്കുന്ന എന്തോ കുറ്റായിട്ടൊക്കെ തോന്നുന്നു എനിക്ക്. വെറുതെ ഇരിക്കാൻ പാടില്ല എന്നൊക്കെ തോന്നുന്നു. അപ്പം ഇനി 3-4 ആൾക്കാരെ വൈവ കഴിയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തായാലും ഇറങ്ങാൻ പറ്റുള്ളൂ. കുറച്ചായി അതെ, അതാണ് ഉദ്ദേശം. വെൽക്കം വെൽക്കം. സോ ഗൈസ്, ഞങ്ങൾ ടീച്ചേഴ്സിന് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു. അപ്പൊ ഇവിടെ ആര്യ മിസ്സിനെ എടുത്ത് പറയണമെന്ന് പറഞ്ഞു. സോ ഗൈസ്, ഞങ്ങൾ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു കുറച്ചെണ്ണം. ഞങ്ങൾ ഇറങ്ങുകയാണ്. ഒരു 4 മണിയായി. സോ എല്ലാവർക്കും പോവാൻ തിരക്കിലുണ്ട്. ഞങ്ങൾ ഇറങ്ങുകയാണ്. ഗൈസ് വരൂ, സൈൻ ഓഫ് പറയൂ. പറഞ്ഞാൽ മതിയോ?
ബൈ പറയും. എല്ലാവർക്കും സങ്കടം ഉണ്ടോ പറയും. സങ്കടം ഉണ്ടോ പറയും. സങ്കടമില്ല. സങ്കടം ഉണ്ടോ? ചെറുതായിട്ട് സങ്കടം ഉണ്ടോ? ചെറിയ വിഷമം. നാജിക്ക് സങ്കടം ഉണ്ടോ? കുറച്ച്. സോ ഞങ്ങള് പോവാണ്. തീരെ വെളിച്ചില്ല. ബാ അന്ന് നിൽക്കൂ. ടാറ്റ പറയും. കുഴപ്പമില്ല, ഞാൻ എഡിറ്റ് ചെയ്തോ. ഞാൻ കുറച്ച് ഇമോഷണൽ ആവുന്നതാണ് എനിക്ക് തോന്നുന്നത്.